ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും മഷി കഴിഞ്ഞ പെന്ന്, അതുപോലെ മഷി കഴിഞ്ഞ കളർ പെന്നുകൾ. ഇതൊക്കെ നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യുക. പക്ഷേ അത് നമ്മുടെ പ്രകൃതിക്കും ദോഷമാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാറി ചിന്തിച്ച് നോക്കുക. ഈ വലിച്ചെറിയുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിയെടുത്തൂടാ, യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തൂടാ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറെ ഒന്നുമില്ല. ഈ ഒരു സംഭവം, ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊരു ചെറിയ ചാവിയൊക്കെ തൂക്കിയിടാൻ പറ്റിയ സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. വാളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ചാവിയൊക്കെ തൂക്കിയിടാൻ പറ്റിയ സ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് യൂസ്ലെസ് ആയിട്ടുള്ള കളർ പെന്നുകളാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാകും ഒരുപാട് യൂസ്ലെസ് ആയിട്ടുള്ള കളർ പെന്നുകൾ, നിറം കഴിഞ്ഞതും അതുപോലെ തന്നെ എഴുതാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഉണ്ടാകും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് എടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 6 കളർ പെന്നുകൾ എടുത്തിട്ട് അതിൻ്റെ ടോപ്പൊക്കെ ഊരി മാറ്റുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇതുപോലെ വെക്കുന്നത് പോലെ ഏകദേശം 2 സെൻറ്റിമീറ്ററോളം ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതുപോലെ 3 വെക്കുക. അതിനുശേഷം മുകളിലും അതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വിട്ടിട്ട് 3 വെക്കുക. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷേപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത പണി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ഇരിക്കുന്ന രൂപത്തിൽ ഇതുപോലെ തന്നെ അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗമ്മാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊന്ന് ഒട്ടിയിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, നമ്മൾ ആദ്യത്തെ റോ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി അടുത്ത പണി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നേരത്തെ ഊരി വെച്ച ആ ഒരു മൂടികൾ എടുക്കുക, ടോപ്പുകൾ എടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്, ഞാൻ കാണിച്ചു തരുന്ന ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പെന്നിൻ്റെ ടോപ്പുകൾ എടുത്തിട്ട് ഓരോന്നോരോന്നിച്ച് ഇതിൽ ഗ്ലൂ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിച്ച് ഇതിലൊന്ന് ഗ്ലൂ ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളെന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ എല്ലാ ടോപ്പുകളും ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ വാളിൽ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഡബിൾ ടാപ്പാണ്. നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ചെറിയ ആണി തറച്ചിട്ട് തൂക്കിയിടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഡബിൾ ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. 2 എൻഡിലും 2 ഡബിൾ ടാപ്പിൻ്റെ പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വാളിൽ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം, കാരണം നന്നായിട്ട് ഒട്ടിയില്ലാണ്ടെങ്കിൽ നമ്മൾ ചാവിയൊക്കെ വെക്കുന്ന സമയത്ത് കനം കൂടുമ്പോൾ അത് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2-3 പീസ് കൂടുതൽ ടാപ്പ് യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാവി, അതുപോലെ നിങ്ങളുടെ ലോക്കറ്റുകൾ, എല്ലാവിധ സംഭവങ്ങളും നിങ്ങൾക്ക് ഇതിൽ തൂക്കിയിടാനായിട്ട് സാധിക്കും. ഓവർ കനം വരാൻ പാടില്ല, കാരണം ഇത് പ്ലാസ്റ്റിക് ആണ്, നമ്മൾ ഒട്ടിച്ചത് ഗ്ലൂ ഗണ്ണായിട്ടാണ്. ചിലപ്പോൾ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവർ കനമുള്ള സാധനങ്ങളൊന്നും തൂക്കിയിടരുത്. ഓക്കെ,
അപ്പോൾ ഗൈസ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാകും കളർ കഴിഞ്ഞ പെന്നുകൾ. അപ്പോൾ നിങ്ങളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ബൈ.